അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ വിദ്യാഭ്യാസ ബോർഡ് മതപഠന രംഗത്ത് വ്യത്യസ്തങ്ങളായ പദ്ധതികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. മദ്രസയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് മത വിദ്യാഭ്യാസ രംഗത്ത് നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉതകുന്ന വിധമുള്ള ടെക്സ്റ്റ് ബുക്കുകളും കരിക്കുലവും തയ്യാറാക്കി ഏറ്റവും ആധുനികമായ യുഗത്തിൽ പോലും ഇസ്ലാമിക ആശയമനുസരിച്ച് ജീവിക്കാൻ ഓരോ വിദ്യാർത്ഥിയെയും പ്രാപ്തമാക്കുക എന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത്. അൽഹംദുലില്ലാഹ്. ആ നിലയ്ക്ക് അധ്യാപന രംഗം ആധുനിക കാലഘട്ടത്തെ കണ്ടുകൊണ്ട് തന്നെ കാര്യക്ഷമമാക്കാൻ കൃത്യമായി വ്യത്യസ്ത ടേമുകളായി പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ അധ്യാപകരെ ശാക്തീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തന പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിക്കാനും കർമാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാനും സ്വഭാവ നിഷ്ഠ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും അതോടൊപ്പം തന്നെ ചരിത്ര ബോധമുണ്ടാകാനുമുള്ള പാഠ്യ പദ്ധതികളാണ് നാം ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് മദ്രസകളിൽ അധ്യാപകരെ ബോധവൽക്കരിച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പകർന്നു നൽകാൻ അൽഹംദുലില്ലാഹ് നമുക്ക് സാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അറബി ഭാഷാ പഠന രംഗത്തും വളരെ വലിയ പദ്ധതികൾ നാം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം ലഭിക്കുക എന്നതാണ് നാം ഉദ്ദേശമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന. അഥവാ വിജ്ഞാനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങളെ എളുപ്പമാക്കുന്നതിലാണ് ഓരോ രക്ഷിതാവും തന്റെ മക്കളെ ഒരുക്കി തയ്യാറാക്കി മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ അവിടെ പഠിക്കുന്ന പാഠങ്ങളും അവിടെ പഠിക്കുന്ന അധ്യാപനങ്ങളുമെല്ലാം കുട്ടികൾ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ കാര്യത്തിൽ അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നതുപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം വീട്ടുകാർക്കും രക്ഷിതാക്കൾക്കും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. വീടും പരിസരവും ജീവിത നിഷ്ഠയുമെല്ലാം ഓരോ കുട്ടിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഓരോ രക്ഷിതാവിനും ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മുടെ മക്കളെ ഇസ്ലാമികപരമായ വ്യക്തിത്വത്തിലൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക. അതിനൊരു രക്ഷിതാവ് എന്ന നിലക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പാഠം പകർന്നു നൽകാൻ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറഹ്മാൻ അൻസാരി അവർകളാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സാണ്, ഓരോ രക്ഷിതാവിനെയും ബോധവൽക്കരിക്കാനുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. അബ്ദുറഹ്മാൻ അൻസാരിയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ രക്ഷിതാവും വളരെ സൂക്ഷ്മമായി ഈ വിഷയത്തെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളുടെ വ്യക്തിത്വം രൂപപ്പെടുത്താനുള്ള പങ്കാളിത്തം ഉറപ്പിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ അൻസാരിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹ്.
വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വബഅദ്. പ്രിയ രക്ഷിതാക്കളെ, വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ്, ഈ ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ രക്ഷിതാക്കളും അറിയാൻ പ്രത്യേകം സംഘടിപ്പിച്ചു വരുന്ന പാരൻസ് അവയർനെസ് എന്ന പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. നമ്മുടെ മദ്രസ സംവിധാനം എല്ലാ നിലക്കും കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രക്ഷിതാക്കൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ സംസാരത്തിലൂടെ നമ്മുടെ ഗാർഹിക അന്തരീക്ഷം, നമ്മുടെ മക്കൾക്ക് അവർ പഠിക്കുന്ന മദ്രസ പാഠങ്ങൾക്കനുസരിച്ച് വളരാനുള്ള സാഹചര്യമൊരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാനുള്ളത്. ആമുഖം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കുടുംബ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സൂറത്തു തൂറിൽ, ആ അധ്യായത്തിൽ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് സ്വർഗത്തിൽ കുടുംബസമേതം കഴിയുന്ന സത്യവിശ്വാസികൾ, ആ ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ച അവരുടെ ഭൗതിക ജീവിതത്തിലെ അവസ്ഥ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഖാലു ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. സ്വർഗീയ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അവർ പറയുകയാണ്, ഞങ്ങൾ മുമ്പ് അഥവാ ഞങ്ങളുടെ ഐഹിക ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭയപ്പാടോടുകൂടിയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഫമന്നല്ലാഹു അലൈന വ വഖാന അദാബസ്സമൂം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് അനുഗ്രഹം ചൊരിയുകയും രോമകൂപ്പങ്ങളിൽ തുളച്ചു കയറുന്ന നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കുകയും ചെയ്തു. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു. ഞങ്ങൾ മുമ്പേ അവനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഇന്നഹു ഹുവൽ ബറുർ റഹീം. തീർച്ചയായും അവൻ എല്ലാ നന്മയുമുള്ളവനും കരുണാനിധിയുമാണ്. ഇതാണ് ഒരു കുടുംബചിത്രം. മറ്റൊന്ന് സൂറത്തുൽ മആരിജിൽ, യുബസ്വറൂനഹും. തൻ്റെ കുടുംബങ്ങളെ ആ പരലോകത്ത് വെച്ച് കാണിക്കപ്പെടും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി കല്ലാ ഇന്നഹാ ലല്ലാ നസ്സാഅത്തൻ ലിശ്ശവ. തൻ്റെ കുടുംബത്തെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടണമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബനാഥൻ്റെ ചിത്രമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ഈ നരകശിക്ഷയിൽ നിന്ന് തൻ്റെ മക്കളെ കൊടുത്ത് തൻ്റെ ഭാര്യയെ, തൻ്റെ സഹോദരന്മാരെ, തനിക്ക് അഭയം നൽകിയിരുന്ന കൂട്ടുകുടുംബങ്ങളെ അല്ല, ഭൂമിയിലെ മുഴുവനും അള്ളാഹുവിന് പ്രായശ്ചിത്തമായി നൽകി തനിക്ക് രക്ഷപ്പെടണമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഈ ആയത്തിലുള്ളത്. അള്ളാഹു പറയും, കല്ല, അങ്ങനെയൊന്നുമല്ല കാര്യം. ഇന്നഹാ ലല്ലാ നസ്സാഅത്തൻ ലിശ്ശവ. ഇത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. തലയിലെ രോമങ്ങളെപ്പോലും ഉരിച്ചു കളയുന്ന
വേദനാജനകമായ നരകശിക്ഷയാണ് അനുഭവിക്കാനുള്ളത്. ഈ 2 കുടുംബചിത്രം വിശുദ്ധ ഖുർആനിലൂടെ നാം പാരായണം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ നാം ഏതിൽ പെടണം? കുടുംബസമേതം സ്വർഗത്തിൽ പോകണോ? അതല്ല തൻ്റെ കുടുംബത്തെ, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ നരകത്തിലേക്ക് എറിയണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. എന്താണ് പരിഹാരം? ഏക പരിഹാരം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്ന അവൻ്റെ ദീനിനെ പഠിച്ച് മാതൃകയോടെ ജീവിക്കുക എന്നത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാൻ, പരമകാരുണികൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞു, അവർ പ്രാർത്ഥിക്കും വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, ഞങ്ങളെനി അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഇമാമാക്കണേ, മാതൃകയാക്കണേ എന്ന്. നാം ഇവിടെ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ മുമ്പിൽ രക്ഷിതാക്കളെന്ന നിലക്ക് നമുക്ക് മാതൃകയാകാൻ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. നാം അറിയേണ്ടത്, മദ്രസ പഠനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നത് എന്താണ്? പ്രധാനമായും 3 കാര്യങ്ങളാണ് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടത്. 1 തഅലീം, അവർക്ക് നേടേണ്ട അറിവുകളാണ്, അവരെ പഠിപ്പിക്കുക എന്നത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവരറിയേണ്ട മതപരമായ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശ്വാസ, കർമ്മ, സ്വഭാവ, ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായ നിലക്ക് തന്നെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ മദ്രസ സംവിധാനങ്ങളുണ്ട്. അവിടെ പഠിപ്പിക്കാൻ അധ്യാപകരുണ്ട്. അധ്യാപകർ അവർക്ക് നൽകിയിട്ടുള്ള സിലബസുകൾ അനുസരിച്ച് കുട്ടികൾക്ക് തഅലീം ചെയ്യുകയാണ്, കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഈ തഅലീമിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 1 തർബിയത്ത്, മറ്റൊന്ന് തസ്കിയത്ത്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്ന അറിവുകൾക്കനുസരിച്ചുള്ള അവരുടെ വളർച്ചയാണ്. അവർ അള്ളാഹുവിനെ അറിയുന്നു, അവർ റസൂലുള്ളയെ അറിയുന്നു, വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും സ്വഭാവകാര്യങ്ങളും ചരിത്രപരമായ വസ്തുതകളും എല്ലാം അവർ അറിയുന്നു. അവർ നേടുന്ന അറിവിനനുസരിച്ച് അവരിലുണ്ടാകുന്ന വളർച്ചയാണ് തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുതന്നെയാണ് എല്ലാ നബിമാരും നിർവഹിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച കാര്യത്തെക്കുറിച്ച് സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞല്ലോ, യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്ത് അവരെ തസ്കിയത്ത് ചെയ്യുന്നു, അവരെ വിശുദ്ധരാക്കുന്നു, അവരെ സംസ്കരിച്ചെടുക്കുന്നു, അവർക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളും നമ്മുടെ മദ്രസകളിൽ നിന്ന് ഖുർആനും സുന്നത്തുമാണ് പഠിക്കുന്നത്. അവർ പഠിക്കുന്നതിനനുസരിച്ച് അവർ വളരേണ്ടതുണ്ട്. ആ വളർച്ചയിൽ അവരെത്തിപ്പെടുന്ന അവസ്ഥയാണ് 3ാമത് പറഞ്ഞ തസ്കിയത്ത്. തസ്കിയത്ത് കൊണ്ട് ഉദ്ദേശം ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുക. അറിവുകൾ നേടി എന്നതുകൊണ്ട് കിട്ടേണ്ടതല്ല അത്. അറിവുകൾക്കനുസരിച്ച് കുട്ടികളിലുള്ള മാറ്റമാണ് തസ്കിയ. വിശുദ്ധമായ ഒരു സംസ്കരണ ജീവിതം അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹു തന്നെ വീക്ഷിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണുള്ളത് എന്ന ആ ഒരു ബോധം കുട്ടികളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ തസ്കിയത്ത് അവർക്ക് നേടാൻ കഴിയും. ഇതിന് രക്ഷിതാക്കളെന്ന നിലക്ക് ഈ തർബിയത്തും തസ്കിയത്തും കുട്ടികളിൽ ഉണ്ടാകുന്നതിൽ
മദ്രസകളിൽ നിന്ന് ഒരുപക്ഷെ അധ്യാപകർക്ക് നമ്മുടെ മക്കളെ ലഭിക്കുന്നത് കുറഞ്ഞ സമയം മാത്രമാണ്. അവർ സിലബസിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വീടകങ്ങൾ കുട്ടികൾക്ക് തെർബിയത്തിനും തസ്കിയത്തിനുമുള്ള കേന്ദ്രങ്ങളായി മാറേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് ഒരു സമ്പത്തായി ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയും വേണം. ഈ തെർബിയത്തും തസ്കിയത്തും ഉണ്ടാകാൻ നല്ല ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് പ്രധാനം. ആ സാഹചര്യത്തിൽ ഏറ്റവും വലുത്, ഏറ്റവും മുഖ്യമായത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അവർ നല്ലവരാകാൻ, അവർക്ക് നന്മകളുള്ളവരായി ജീവിക്കാൻ സാധിക്കാൻ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക എന്നത് തന്നെയാണ്. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദഅവത്തുൽ വാലിദ്, ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് നിർവഹിക്കുന്ന പ്രാർത്ഥന എന്നാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം അവർ നന്നാവാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ വിഷയകമായി നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. അതിലൊന്നാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നിർവഹിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥന മൂലം അവർക്ക് മതപരമായ ഒരു സാഹചര്യത്തിൽ വളരാൻ കഴിഞ്ഞു എന്നതാണ്. മറിയം അലൈഹസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക്, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയായി പറഞ്ഞു തന്ന മറിയം അലൈഹസ്സലാം, അവർക്ക് ആ ഒരു ഉന്നത പദവിയിലേക്ക് എത്താൻ കാരണം മറിയമിൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. മറിയം ജനിച്ച ഉടൻ പിതാവിൻ്റെ പ്രഖ്യാപനം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. വ ഇന്നി സമ്മൈതുഹ മറിയം, ഞാൻ അവൾക്ക് മറിയം എന്ന് പേരിട്ടു. വ ഇന്നി ഉഈദുഹ ബിക വ ദുർരിയതഹ മിനശ്ശൈത്വാനിർ റജീം, അള്ളാഹുവേ, ഈ മറിയമിൻ്റെ കാര്യത്തിൽ, അവരുടെ സന്താനങ്ങളുടെ കാര്യത്തിലും നിന്നോട് ഞാൻ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. ഫതഖബ്ബലഹ, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. വ അംബത്തഹ നബാത്തൻ ഹസന, നല്ല നിലക്ക് അവളെ വളർത്തിയെന്നാണ്. ആ ഒരു പ്രാർത്ഥനയാണ് മറിയം അലൈഹിസ്സലാമിനും അതുപോലെ മറിയമിലൂടെ ജനിച്ച, ലോകത്ത് ജനനത്തിലും ജീവിതത്തിൻ്റെ അവസാനത്തിലും ഒട്ടേറെ അത്ഭുതങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന ഈസാ നബി അലൈഹിസ്സലാം, അവരുടെയൊക്കെ ആ ഉന്നത സ്ഥാനങ്ങൾക്ക് കാരണം ഈ പ്രാർത്ഥനയാണ്. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, അവരവർക്ക് മക്കളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ ത്വയ്യിബ റബ്ബനാ ഹബ്ലനാ മിനസ് സ്വാലിഹീൻ എന്ന് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, ഞങ്ങൾക്ക് നല്ല സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. 40 തികഞ്ഞ പക്വമതിയായ ഒരു മനുഷ്യനെക്കുറിച്ച് സൂറത്തുൽ അഹ്ഖാഫിലൂടെ പഠിപ്പിച്ചപ്പോഴും ആ പക്വമതിയായ മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വ അലാ വാലിദയ്യ വ അൻ അഅമല സ്വാലിഹൻ തർലാഹു വ അസ്ലിഹ് ലി ഫീ ദുർരിയതി. റബ്ബേ, നീ എനിക്ക് ചെയ്തു തന്ന, എൻ്റെ മാതാപിതാക്കളിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് പ്രദാനം ചെയ്യണേ. നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ. പിന്നീട് പ്രാർത്ഥിച്ചത് വ അസ്ലിഹ് ലി ഫീ ദുർരിയതി, എൻ്റെ സന്താനങ്ങളിൽ നീ നന്മ വരുത്തണേ എന്നാണ്. ഇത്തരം പ്രാർത്ഥനകൾ നമ്മിൽ നിന്നും ഉയരണം. അങ്ങനെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനാ ഫലമായി അവർക്ക് ദീനിലൂടെ വളരാൻ, പഠിച്ച പാഠങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനം മാതാപിതാക്കൾ, രക്ഷിതാക്കളായ നാം മക്കളുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ മാതൃകകളാവുക എന്നത് തന്നെയാണ്. നാം കൽപ്പിക്കുന്നവർ മാത്രമായി മാറരുത്. സൂറത്തു സൊഫിലൂടെ അള്ളാഹു വിലക്കിയതാണത്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് സത്യവിശ്വാസികളെ
ചെയ്യാത്തത് പറയുന്നത് കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്തത് കൽപ്പിക്കുന്നത് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് അവന് വലിയ കോപമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് രക്ഷിതാക്കൾ കൽപ്പിക്കാനുള്ളവരല്ല. രക്ഷിതാക്കളെ കണ്ട് മക്കൾക്ക് ദീന് ലഭിക്കേണ്ടതുണ്ട്. ഖൂ അംഫുസക്കും വ അഹ്ലീക്കും നാറ. നിങ്ങൾ നിങ്ങളുടെ തടി, നരകത്തിൻ്റെ തടി, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കുക എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, അൽഹിറു മിൻ അംഫുസിക്കുമുൽ ഇബാദാത്ത് ലിയതഅല്ലമു മിൻകും വയഅ്താദു കആദത്തിക്കും. നിങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് ഇബാദത്തുകളെ കാണിച്ചു കൊടുക്കണമെന്നാണ്. നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്, നമ്മൾ സത്യം പറയുന്നത്, നമ്മുടെ വേഷം, ഇസ്ലാമിക വേഷം, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ബന്ധങ്ങൾ, ഇതൊക്കെ മക്കൾ കണ്ട് മക്കൾ നമ്മിൽ നിന്ന് മാതൃകയാക്കാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇബാദത്തുകളെ നിങ്ങൾ പുറത്തു കാണിക്കുവിൻ മക്കൾക്ക് വേണ്ടി. എന്തിന്? ലിയതഅല്ലമു മിൻകും, അവർ നിങ്ങളിൽ നിന്ന് ആ ഇബാദത്തുകൾ പഠിക്കാൻ. വയഅ്താദു കആദത്തിക്കും, അങ്ങനെ നിങ്ങളുടെ ആ ശീലമുണ്ടല്ലോ, ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും ദിക്റുകളിലും ഇസ്ലാമികമായ സംസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലുമൊക്കെ നിങ്ങളുടെ ശീലങ്ങൾ, ആ നിങ്ങളുടെ ശീലങ്ങൾ കുട്ടികൾക്കത് ശീലമായി, അത് പതിവായി മാറണം എന്നാണ് തഫ്സീറിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കൽപ്പിക്കുന്നവരായി മാത്രം മാറാതെ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ആ കുട്ടികളുമായി മുതിർന്ന മക്കളുണ്ടെങ്കിൽ ആ ആൺമക്കളുമായി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു പിതാവ്, തൻ്റെ ഇസ്ലാമിക വേഷം കണ്ട് ഇതുപോലെയാണ് ഞാൻ വേഷം ധരിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന മക്കൾ, തൻ്റെ സത്യസന്ധത, തൻ്റെ ആ സൽസ്വഭാവം, കുടുംബത്തോടുള്ള, സമൂഹത്തോടുള്ള ആ സൽസ്വഭാവം, അങ്ങനെ തൻ്റെ മക്കൾക്ക് ദീനിൻ്റെ എല്ലാ വശങ്ങളും മാതാപിതാക്കളിൽ നിന്ന് അവർ കണ്ടും കേട്ടും പഠിക്കാൻ കഴിയുമ്പോഴാണ് ആ കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അറിവുകൾക്കനുസരിച്ച്, അവർ നേടുന്ന അറിവുകൾക്കനുസരിച്ച് തർബിയത്തുള്ളവരും അതോടൊപ്പം തസ്കിയത്തുള്ളവരുമായി മാറുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിന് കാര്യമായ ചില പരിശ്രമങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മക്കൾക്ക് നമ്മൾ നല്ല ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് വന്ന് അന്വേഷിക്കുകയാണ്, മൻ നജാത്തു യാ റസൂലല്ലാഹ്, റസൂലെ എന്താണ് രക്ഷയുടെ കാര്യം, രക്ഷപ്പെടാൻ എന്താണ് മാർഗം? 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഒന്ന്, വബുക്കി അലാ ഖത്വിഅത്തിക്, നീ നിന്നിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് നീ കരയണം. അംസിക് അലൈക ലിസാനക്, നീ നിൻ്റെ നാവിനെ പിടിച്ചു വെക്കണം, സംസാരം നിയന്ത്രിക്കണം. മറ്റൊന്ന് പറഞ്ഞത് വൽ യസ്അ ലക ബൈതുക്, നിൻ്റെ വീട് നിനക്ക് വിശാലമാവട്ടെ എന്നാണ്. വീട് വിശാലമാവുക എന്ന് പറഞ്ഞാൽ മതപരമായ സാഹചര്യങ്ങൾ വീടിലുണ്ടാകുക എന്നത് തന്നെയാണ് പ്രധാനം. വീടുകളിൽ മതപരമായ ചിന്തകളും പ്രവർത്തനങ്ങളും കർമ്മങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വീട് എന്നത്. ആ നിലക്ക് നിൻ്റെ വീട് നിനക്ക് വിശാലമാകണം. നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട് മതിയാകുന്ന അവസ്ഥ വരണം. വീട്ടിൽ പ്രശ്നങ്ങളാണ്, വീട്ടിൽ കലഹങ്ങളാണ്, ഉമ്മയും ഉപ്പയും തമ്മിൽ ബന്ധങ്ങളില്ല, അവർ തമ്മിൽ സ്നേഹബന്ധങ്ങളില്ല എന്ന് കാണുന്ന മക്കൾക്ക് വീടിനോട് അതൃപ്തിയാണുണ്ടാവുക. അവർ വീടുകളിൽ നിന്ന് അകന്നു പോകുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം, അവർ തമ്മിലുള്ള ആ ബന്ധം അത് മക്കളിലേക്ക് പാഠമായി മാറേണ്ടതുണ്ട്. അങ്ങനെ മക്കൾ മാതാപിതാക്കൾ മാതൃകകളാക്കുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിച്ച് ഇന്ന കുന്ന ഖബുലു ഫി അഹ്ലിന മുഷ്ഫിഖീൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീടുകളിലായിരുന്നപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ഭയപ്പാടിലായിരുന്നു ജീവിച്ചിരുന്നത്. നമ്മുടെ മക്കൾക്ക് പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുമുള്ള ചിന്ത ഉണ്ടാകാൻ നമ്മളാണ് ആദ്യം മാറേണ്ടത്. അതുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ
രക്ഷിക്കുന്നവൻ എന്നാണ്. നമ്മൾ ഭൗതികമായി നമ്മുടെ മക്കൾക്ക് രക്ഷിതാക്കളാണ്. അവർക്ക് രോഗം വരാതിരിക്കാൻ, അവർക്ക് നല്ല ആരോഗ്യം ലഭിക്കാൻ, അവർക്ക് നല്ല ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കാൻ എല്ലാം നമ്മൾ പാടുപെടുന്നു, അധ്വാനിക്കുന്നു, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു, സമയം കണ്ടെത്തുന്നു, നമ്മൾ രക്ഷിതാവായതുകൊണ്ടാണ്. എന്നാൽ നരകത്തിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കുന്ന യഥാർത്ഥ രക്ഷിതാവായി നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് വലിയ സമ്പത്തായി മാറുന്നത് എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മക്കളെ അവർ മാറ്റിയെടുത്തതിൻ്റെ ഫലം മാതാപിതാക്കൾ അനുഭവിക്കുന്ന രംഗം ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. പിതാവ് അധ്വാനിക്കാൻ പുറത്തിറങ്ങുമ്പോൾ വീട്ടിലുള്ള ഭാര്യയും മക്കളും ആ പിതാവിനെ ഉപദേശിക്കുകയാണ്, ഇയ്യാക വ കസ്ബൽ ഹറാം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് കൊണ്ടുവരുമ്പോൾ ഹറാമ് സമ്പാദിക്കുന്നത് സൂക്ഷിക്കണം. ഇന്നാ നസ്ബിറു അലൽ ജൂഇ വൽ അതശ്, ദാഹവും വിശപ്പും ഞങ്ങൾ എത്രയും സഹിക്കാം, ക്ഷമിക്കാം. വലാ നസ്ബിറു അലൻ നാർ, നരകം സഹിക്കാൻ ഞങ്ങൾക്കാവില്ല, അതുകൊണ്ട് ഹറാമ് സമ്പാദിക്കരുത് എന്ന് രക്ഷിതാവ് വീട്ടിൽ നിന്ന് അധ്വാനിക്കാൻ പുറത്തിറങ്ങുമ്പോൾ ആ വീട്ടിലുള്ള ഭാര്യയും മക്കളും ഉപദേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതിന് നമ്മുടെ മക്കൾക്ക് മതപരമായ സാഹചര്യം വീടുകളിൽ നമ്മൾ കൊടുക്കണം. അതിന് പലപ്പോഴും ചില ശീലങ്ങൾ നമ്മൾ അവരിൽ വരുത്തുകയും വേണം. ഒന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിത്യവും നമ്മുടെ മക്കളിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിന് നമ്മിലും വേണം. മാതാപിതാക്കളുടെ ഖുർആൻ പാരായണം മക്കൾ കാണണം, കേൾക്കണം വീടുകളിൽ നിന്ന്. അവർ സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്നത് പിതാവിൻ്റെ ആ നമസ്കാരം മക്കൾ കാണട്ടെ. പിതാവ് പള്ളിയിൽ പോകുന്നത് മക്കൾ കാണട്ടെ. പിതാവ് സത്യം പറയുന്നത്, പിതാവിൻ്റെ ആ സൽസ്വഭാവം, പിതാവിൻ്റെ മാതാവിനോടുള്ള സ്നേഹബന്ധം, മാതാവിന് പിതാവിനോടുള്ള സ്നേഹബന്ധം മക്കൾ അറിയണം. ഇങ്ങനെ മക്കൾക്ക് നമ്മിൽ നിന്ന് ഇബാദത്തുകളും സൽസ്വഭാവങ്ങളും ആ നിലക്കുള്ള സാഹചര്യം മക്കൾക്ക് നൽകിയാൽ അവർ വളരും, അവർ തർബിയത്തുള്ള തസ്കിയത്തുള്ളവരായി മാറും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തിലാവത്തുൽ ഖുർആൻ നമ്മുടെ മക്കളിൽ, ഖുർആൻ പാരായണം അത് ശീലമാക്കണം. തിലാവത്തുൽ ഖുർആൻ അത് നിത്യവും മക്കളിലുണ്ട് എന്ന് തന്നെ നമ്മൾ ഉറപ്പുവരുത്തണം. അതൊരു ശീലം. മറ്റൊന്ന്, നമസ്കാരം, 5 നേര നമസ്കാരം സമയം തെറ്റാതെ നിർവഹിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറുന്നുണ്ടോ? കാരണം നമസ്കാരമാണ് ഒരു മനുഷ്യനെ ഏറ്റവും വിശുദ്ധനാക്കുന്നത്. 5 നേരം നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയിൽ നിന്ന് നിങ്ങൾ കുളിച്ചാൽ എന്തുണ്ടാകുമെന്ന് റസൂലുള്ള സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ അത്തരമൊരാളുടെ ശരീരത്തിൽ ഒരു മാലിന്യം പോലും ഉണ്ടാവുകയില്ലല്ലോ റസൂലെ എന്ന് പറഞ്ഞപ്പോൾ കദാലിക്ക സ്വലവാത്തുൽ ഖംസ്, അങ്ങനെയാണ് 5 നേരത്തെ നമസ്കാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ തടുക്കുമെന്നാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ പാരായണമുള്ളതോടൊപ്പം അവർ നമസ്കരിക്കുന്നവരാണ് എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം കുടുംബസമേതം മതപരമായ അറിവുകൾ നേടാനുള്ള യാത്രകളും മതപരമായ അറിവുകൾ തേടിയുള്ള അതിനനുസരിച്ചുള്ള ഇൽമിൻ്റെ സദസ്സുകളിൽ കുടുംബസമേതം പോയിരുന്ന് ദീന് പഠിക്കുന്ന ഒരു ശീലവും നമ്മുടെ മക്കളിൽ നമ്മൾ വളർത്താൻ ശ്രദ്ധിച്ചാൽ, ഇങ്ങനെ നമ്മുടെ വീടകങ്ങൾ ഇസ്ലാമികമായ അന്തരീക്ഷത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ മരണശേഷം സ്വർഗീയ അനുഭവം, സ്വർഗം കുടുംബസമേതം അനുഭവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും നരകത്തിലേക്ക് ഇട്ടുകൊടുത്ത് തനിക്ക് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന കുറ്റവാളിയായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ ഓർത്തു നോക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ ഇസ്ലാമികമായ അന്തരീക്ഷം, അവർ പഠിക്കുന്ന പാഠങ്ങൾക്കനുസരിച്ച് ചലിക്കുവാനുള്ള പ്രേരണയും പ്രോത്സാഹനവും അതിലുപരി പ്രാർത്ഥനകളും, അതോടൊപ്പം നമ്മൾ അവർക്ക് മുമ്പിൽ മാതൃകകളായി ജീവിക്കാനും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും നമ്മിലും അവൻ തൃപ്തിപ്പെടുന്ന നന്മകൾ ഉള്ളവരാക്കി നമ്മെ മാറ്റുമാറാവട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കുടുംബത്തിൽ നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്.
വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ സാരസമ്പൂർണമായ ഉപദേശമാണ് അബ്ദുറഹ്മാൻ അൻസാരിയിൽ നിന്ന് നാം ശ്രമിച്ചത്. ഒരു കുട്ടിയെ ഇസ്ലാമികപരമായി എങ്ങനെ വളർത്തണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം നൽകുന്ന സംസാരമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് സന്തോഷവും ആനന്ദവും പങ്കിടുന്ന ഒരു വിഭാഗം ആളുകൾ, മറ്റൊരു വിഭാഗം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ സന്താനങ്ങളെയും തന്റെ ഭാര്യയെയും തനിക്ക് പ്രിയപ്പെട്ടവരെയുമെല്ലാം സമർപ്പിക്കാൻ തയ്യാറായി കുറ്റവാളികളായ ഒരു വിഭാഗത്തെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചുകൊണ്ടാണ് ക്ലാസ് ആരംഭിച്ചത്. അതിലേത് വിഭാഗം ആളുകളിൽ നാം പെടണം എന്നതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. സ്വാഭാവികമായി ഒന്നാമതായി പറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ പ്രവേശിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെടാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. അതിന്റെ ഒരു ചുവട് വെപ്പ് എന്ന നിലക്കാണ് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കേണ്ടത്. ആ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന പാഠഭാഗങ്ങൾ അത് വിശ്വാസപരമാകട്ടെ, സ്വഭാവപരമാകട്ടെ, കർമാനുഷ്ഠാനപരമാകട്ടെ, അല്ലെങ്കിൽ ചരിത്രബോധം നൽകുന്നതാവട്ടെ, ഇതെല്ലാം കുട്ടികൾ മനസ്സിലാക്കുമ്പോൾ തന്നെയും അവരുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാണ് എന്ന പരിശോധന അനിവാര്യമാണ്. അത് കുട്ടികൾ പ്രാക്ടിക്കലായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് തീർച്ചയായും രക്ഷിതാക്കളാണ്. അതിനുതകുന്ന വിധം നമ്മുടെ വീടകങ്ങൾ രൂപപ്പെടണം. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സംസാരവും നമ്മുടെ ശൈലിയും നമ്മുടെ ആരാധന നിരതമായിട്ടുള്ള ജീവിതവുമെല്ലാം കുട്ടികൾക്ക് മാതൃകയാക്കുക എന്നത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. അതാണ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ അൻസാരി ഊന്നി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നത് കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടി തന്നെ നമ്മുടെ മക്കളുടെ മുന്നിൽ നിന്ന് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം അതുകൂടി ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് കൂടി മാതൃകയാകുന്ന വിധം വ്യക്തിപരമായി നാം മാറണം എന്ന വളരെ വലിയ ഉദാത്തമായ സാരോപദേശമാണ് നാം അബ്ദുറഹ്മാൻ അൻസാരിയിൽ നിന്ന് ലഭിച്ചത്. തീർച്ചയായിട്ടും ആ കാര്യം ഒന്നുകൂടി പ്രായോഗികമാക്കി ശരിയായ രൂപത്തിൽ ജീവിച്ച് നമ്മുടെ മദ്രസ പഠനം നമ്മുടെ മക്കൾക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധം നാം തയ്യാറാകണം, സജ്ജമാകണം എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.